ഹെരോദാവ് സഭയെ പീഡിപ്പിക്കുവാനായി പത്രോസിനെ തടവിലാക്കിയിരിക്കുമ്പോൾ മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാൻ്റെ അമ്മയുടെ ഭവനത്തിൽ പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ജനമുണ്ടായിരുന്നു. ആ രാത്രിയിൽ തന്നെ ദൈവദൂതൻ പത്രോസിൻ്റെ പ്രത്യക്ഷനായി തടവിൽ നിന്ന് വിമോചിപ്പിക്കുന്നുണ്ട്. തടവറയിൽ നിന്ന് രക്ഷപ്പെടുന്ന പത്രോസ് ഓടിയെത്തുന്നത് തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ആ സമൂഹത്തിൻ്റെ, ആ ഭവനത്തിൻ്റെ മധ്യത്തിലേക്കാണ്. പത്രോസ് വാതിൽക്കൽ മുട്ടിയാറെ രോധ എന്നൊരു പെൺകുട്ടി വന്ന് അവൻ്റെ ശബ്ദം കേട്ട് തിരിച്ചറിഞ്ഞ് ആ ജനത്തോട് പോയി പറയുന്നുണ്ട് പത്രോസ് വന്നു എന്ന്. എന്നാൽ ആ ജനം അത് ഉൾക്കൊണ്ടില്ല താനും. വിശ്വാസത്തോടു കൂടിയുള്ള തൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി എന്ന് രോധ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനയിലെ വിശ്വാസ്യത നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. സ്നേഹിതരെ, ഈ നോമ്പുകാലം നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയിൽ വിശ്വാസമുണ്ടാകണം എന്നത് തന്നെ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആമേൻ.